മലയാളം സെക്കൻഡ് ഇന്നത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസാണ് 1 മാർക്കിൻ്റെ. ആ സ്വർണ്ണക്കിരീടം കൊത്തിയെടുത്ത് പൊങ്ങിപ്പറക്കും സ്വർണ്ണക്കിരീടം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹവാർത്തയത്. സ്വർണം കൊണ്ടുള്ള കിരീടം. നിയന്ത്രണങ്ങൾ കൊണ്ട് വിരിഞ്ഞു കെട്ടിയ ദിനചര്യയിൽ ആർക്കു തന്നെ പരാതികളുണ്ടായിരുന്നില്ല. അടിവരയിട്ട പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞു കെട്ടിയ. എന്താണ്? കടുത്ത നിയന്ത്രണങ്ങൾ എന്നാണ് അർത്ഥം. ഇതാണ് ആൻസർ. അടുത്തത്, വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ, എല്ലാവർക്കും അന്നപൂർണാദേവി. കവിതയിലെ കുട്ടിയുടെ മനോഭാവങ്ങളിൽ അനുയോജ്യമായ പ്രസ്താവന ഏത്? ഏതാണ്? എല്ലാ വീട്ടിലും യുദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലേ? സമൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ വീട്ടിലും ഒരേപോലെ തുല്യതയോടെ എല്ലാവരും വിഷു ആഘോഷിക്കണം. എല്ലാ വീട്ടിലും എന്താണ്? കണി നിരക്കണം എന്ന് വെച്ചാൽ പണമുള്ളവരുടെ വീട്ടിൽ മാത്രം എന്താണ്? അന്നപൂർണയാദേവി എന്താണ്? ചെല്ലുമോ എന്നാണ് കുട്ടിയുടെ സംശയം. അന്നേരം ഏതാണ്? 2 മാത്രമാണ് ശരി. അടുത്താണ്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തന് പറ്റമ തൻ ഭാഷ തൻ. എൻ്റെ ഭാഷ എന്ന വരിയിലെയാണ്, അല്ലേ? വരികളിൽ ധാത്രിമാരെന്ന് വിശേഷിപ്പിച്ചത് ആരെയാ? ധാത്രിമാരെന്ന് വെച്ചാൽ എന്താ? മറ്റു ഭാഷകൾ അല്ലെങ്കിൽ അന്യഭാഷകൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം, ചുറ്റും ഉച്ചങ്ങിയ കാട്ടുമുയലിന് വലവെറും പുല്ലും. ഏട്ടാക്കൂരി എന്ന പാഠഭാഗത്തിലെ വരിയാണ്. ആശയവുമായി യോജിക്കുന്ന വാക്യമെന്ത്? അല്ലേ? ജാഗ്രതയോട് ജീവിച്ചാൽ ആപത്തുകളിൽ നിന്നെല്ലാം എന്താണ്? നമുക്ക് തരണം ചെയ്യാമെന്ന ആശയമാണ്, അല്ലേ? ജാഗ്രതയോടെ ജീവിച്ചാൽ ആപത്തുകളിൽ തരണം ചെയ്യാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ. അടുത്താണ്, പിരിച്ചെഴുതിയ പദങ്ങളിൽ ശരിയായത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യത്തെ SSLCയിൽ പിരിച്ചെഴുതിയതിൽ ശരിയായിട്ടുള്ളത് ഏതെന്നൊരു ചോദ്യം മിക്കവാറും സാധ്യതയുണ്ട്. കാരണം മലയാളം ഫസ്റ്റ് എക്സാമിനേഷനും നമ്മൾ കണ്ടു പിരിച്ചെഴുതിയതിൽ ശരിയായിട്ടുള്ളത് ഏതെന്ന്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കാം. പിരിച്ചെഴുതിയ പദങ്ങൾ ശരിയായത് ഏത്? മഞ്ഞച്ചായം, മഞ്ഞ ചായം. ഒറ്റത്തട്ട്, ഒറ്റ തട്ട്. ഇവിടെ കണ്ടോ, ഇച്ച മാറ്റിയിട്ടില്ല. അവിടെ ഇച്ച മാറ്റിയിട്ടില്ല, അതുകൊണ്ട് എന്താണ്? അത് തെറ്റ്. 2 ഒറ്റത്തട്ട്, ഇവിടെ എന്താണ്? ഇത്ത മാറ്റിയിട്ടില്ല. 3 നോക്കിപ്പോയി, നോക്കി, ഇവിടെ ഇപ്പ എന്തോ ചെയ്തു? മാറി. അതിനാൽ മൂന്നാമത്തെയാണ് ശരി. അടുത്തതാണ്, അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്ന ഈ നാടകം അക്കാലത്ത് ഒരു ആറ്റം ബോംബ്. ഇതും ഈ പ്രാവശ്യത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്ന ഈ നാടകം അക്കാലത്ത് ഒരു ആറ്റം ബോംബായിരുന്നു. ഈ നിരീക്ഷണങ്ങളിൽ യോജിക്കുന്ന പ്രസ്താവന ഏതല്ല? എന്താണ്? അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചുട്ടരിച്ചു. അത് ശരിയാണ്, അല്ലേ? സാമൂഹിക പരിഷ്കരണത്തിന് അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. അല്ല. സ്ഥിമോജനത്തിൻ്റെ ചൂടും വെളിച്ചവും പകർന്നു. അല്ല. എന്താണ്? ഈ ഒരു ഒന്നാമത്തെ മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഡി ഓപ്ഷൻ. നെക്സ്റ്റാണ്, വിജ്ഞാനം പ്രസരിപ്പിക്കുന്നതിലൂടെ ജനജീവിതത്തെ മെച്ചപ്പെടുത്താനും കഴിയേണ്ടതുണ്ട്. ഇവിടെ ജനജീവിതം എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ഏത്? ജനങ്ങളുടെ ജീവിതം എന്നാണ്. നിയുദാരതയുടെ പര്യായമേന്ത്? കവി ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നിയുദാരത എന്ന കവി വിഷുക്കണിയിൽ അവിടെ വിശേഷിപ്പിക്കുന്ന ആരെയാ? ഐശ്വര്യദേവതയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എ ആണ്. അടുത്താണ്, പൊന്നും ചുമന്ന് പൊൻകുഴി പുഴ കാട്ടിലേക്ക് കളഞ്ഞു. കെത്തളു എന്ന ഏട്ടക്കൂരി എന്നൊരു എന്താണ്? കവിതാംശത്തെയാണ്. പുഴ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? മനുഷ്യരുടെ മണൽ വാരൽ കാരണമാണ് അവരെന്താണ്? കാട്ടിലേക്ക് ഓടുന്നത്. മണൽ വാരൽ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവർ കാട്ടിലേക്ക് ഓടുന്നത്. അടുത്തയാണ്, ചുവടെ കൊടുത്തിരിക്കുന്നവർ ശരിയായി പിരിച്ചെഴുതിയത് ഏത്? ചില അനുഭവങ്ങൾ ആ ശരിയാ. നോട്ടമെറിഞ്ഞ് തെറ്റാണ്. പിന്നെന്തുവാ? പോറി ഇടുക അത് ശരിയാണ്. നിശബ്ദത യിൽ. ഏതാണ്? 1ഉം 3ഉമാണ് ശരി. 4 തെറ്റാണ്. 4ഉം 2ഉം എന്താണ്? അതേപോലെ തന്നെ പിരിച്ചു കൊടുത്തേക്കുവാണ്, മറ്റ് പദങ്ങൾ കൊടുക്കാതെ. അന്നേരം 1ഉം 3ഉമാണ് ശരി. അടുത്ത, ബുദ്ധിമാന്മാരെ സ്വഭാഷ തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്തവൻ. അടിവരയിട്ട പദത്തിൻ്റെ സന്ദർഭത്തിലെ അർത്ഥം. യത്നം എന്ന് വെച്ചാൽ എന്താണ്? അധ്വാനം, കഷ്ടപ്പാട് എന്നൊക്കെയാണ് യത്നത്തിൻ്റെ അർത്ഥം. അന്നേരം ബി ആണ് ആൻസർ. അതാണ്, കാത്തിരുന്നു കാൽ ധരിച്ചു പോയി
കാൽ ധരിച്ചു പോയി. നമുക്കറിയാം കൽബിലെ നിലാവിൻ്റെ ആ ഒരു കാമുകിയുടെ കാത്തിരിപ്പുമായി ബന്ധപ്പെട്ട വരികയാണ് അല്ലേ. ഗാനസന്ദർഭത്തിൽ കാൽ ധരിച്ചു പോയി എന്ന പ്രയോഗം നൽകുന്ന അർത്ഥസൂചന എന്താണ്? നായകൻ്റെ കാത്തിരിപ്പിന് ദൈർഘ്യത്തെയാണ്. അന്നേരം ഓപ്ഷൻ എ. അടുത്തതാണ് ചിത്രകാരി എന്ന കഥയിലെ ഹാഫിസ് എന്ന കഥാപാത്രത്തിന് യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? കുടുംബജീവിതത്തെക്കുറിച്ച് യാഥാസ്ഥിതിക കാഴ്ചപ്പാട് അല്ലേ. അടുത്തയാണ് ശരിയായി തന്നിരിക്കുന്നവർ ശരിയായി ചേർത്ത് എഴുതിയവ ഏതെല്ലാം? കതിർക്കുല കാരണമില്ലാത്ത 1 ശരിയാണ്, 2 തെറ്റാ. മലയോരം ഇതും ശരിയാണ്, ഇതും ശരിയാണ്. സ്വർണ്ണക്കിരീടം തെറ്റാണ്. അപ്പോൾ ഏതാണ്? 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത പെരുവഴിയിൽ ഇരുളാണെങ്കിലും ഒന്നിച്ചു പറക്കുവാൻ മിന്നുമിനുങ്ങും ഹൃദയത്തിൽ വെളിച്ചം ഒന്നായി ഒഴുക്കുവിൻ. പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്നതിലെയാണ് അല്ലേ. അവിടെ എന്താണ് പറയുന്നത്? ഒരു ഐകമത്യത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒത്തുചേരലിനെ പറ്റിയാണ് പറയുന്നത്. അന്നേരം ഏതാണ്? ഐകമത്യ മഹാബലം എന്ന ഇതാണ് ശരിയായ ഉത്തരം. ബി ആണ് ശരിയായ ഉത്തരം.